എല്ലാവർക്കും ശ്രീരാമചന്ദ്രദേവൻ്റെ നാമത്തിൽ നമസ്കാരം. ഇന്നു മുതൽ രാമായണമെന്ന ആരാധ്യ ഗ്രന്ഥം നാമെല്ലാം പാരായണം ചെയ്തും പഠിച്ചും പഠിപ്പിച്ചും ഓരോ കുടുംബവും ആരാധനാലയങ്ങളും രാമായണ മാസമായി ആചരിച്ചും ആരാധിച്ചും ഓരോ ദിനവും കടന്നുപോയിക്കൊണ്ടിരിക്കേണ്ടതായ കർക്കിടക മാസം. രാമായണമെന്ന മഹാഗ്രന്ഥം 6 കാണ്ഡങ്ങളിലൂടെ കടന്നുപോകുന്നു. ബാലകാന്ഡം, അയോധ്യാകാന്ഡം, ആരണ്യകാന്ഡം, കിഷ്കിന്ധാകാന്ഡം, സുന്ദരകാന്ഡം, യുദ്ധകാന്ഡം എന്നീ കാണ്ഡങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ യുദ്ധകാന്ഡത്തിൽ നിന്നും 1-2 കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഞാൻ സമർപ്പിച്ചു കൊള്ളട്ടെ. സീതാദേവിയുടെ മോചനത്തിനായി ശ്രീരാമചന്ദ്രദേവൻ്റെ യുദ്ധപ്പടയാളികളും 10 തലക്കാരനായ രാവണൻ്റെ പടയാളികളും തമ്മിൽ അതാ ഏറ്റുമുട്ടുകയാണ്. പൊരിഞ്ഞ യുദ്ധത്തിനിടയിൽ രാമൻ്റെ പടയാളികൾ അതാ ഓരോന്നോരോന്നായി രാവണൻ്റെ മായാശരങ്ങളേറ്റ് ബോധരഹിതരായി നിലം പതിക്കുന്നു. ആ ദീനമായ കാഴ്ച കണ്ട ശ്രീരാമചന്ദ്രദേവൻ അത് തടയുന്നതിനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന മാത്രയിൽ തന്നെ ഇന്ദ്രജാലം, ബ്രഹ്മേന്ദ്രജാലം, ഗജേന്ദ്രജാലം, ഗജകർണം, ഗോകർണം, അഗ്നിസ്തംഭനം, വായുസ്തംഭനം, ജലസ്തംഭനം, ജീവസ്തംഭനം, ആകാശപ്രവേശം, പിന്നെ കൂജന്തന്ത്രം ഉച്ചാടനവും മാരണമോഹന വൈശ്യമതിങ്ങനെ മായാജാലമതിലഗ്രഗണ്യനായ രാവണിയുടെ മായാലീലകൾ ഓരോന്നോരോന്നായി യുദ്ധമുഖത്ത് പ്രത്യക്ഷപ്പെടുന്നത് കണ്ട ശ്രീരാമചന്ദ്രദേവൻ തൻ്റെ ഉറ്റ സഹോദരൻ ലക്ഷ്മണനും മായാശരമേറ്റ് നിലം പതിച്ചത് കാണാനിടയാകുന്നു. ഇന്ദ്രജാലം, ബ്രഹ്മേന്ദ്രജാലം, ഗജേന്ദ്രജാലം, ഗജകർണം, ഗോകർണം, അഗ്നിസ്തംഭനം, വായുസ്തംഭനം, ജലസ്തംഭനം, ജീവസ്തംഭനം, ആകാശപ്രവേശം, പിന്നെ കൂജന്തന്ത്രം ഉച്ചാടനവും മാരണമോഹന വൈശ്യമതിങ്ങനെ മായാജാലങ്ങളെല്ലാം അറിയുന്ന രാവണിയുടെ മായാശരമേറ്റ് തൻ്റെ സഹോദരനും ബോധം അറ്റ് നിലം പതിച്ചത് കണ്ട ശ്രീരാമചന്ദ്രദേവൻ ഹൃദയവേദനയോടെ തൻ്റെ ഹൃദയത്തിൽ വെച്ച് തന്നെ ആരാധിക്കുന്ന മാരുതനായ ഹനുമാനെ വിളിച്ചു വരുത്തിക്കൊണ്ട് ശ്രീരാമചന്ദ്രദേവൻ ഇങ്ങനെ അരുൾ ചെയ്തു: പോകവേണം നീ ഹിമവാനേയും കടന്നാകുലമാനസ കൈലാസശൈലത്തോളം. കൈലാസ സന്നിധിയിൽ അങ്കല്യക്ഷതാദ്രിമുകളിലുണ്ട് ദിവ്യാഔഷധങ്ങളറിക നീ. 4 ദിവ്യാഔഷധങ്ങളവറ്റയ്ക്ക് 4നും നാമങ്ങളും കേട്ടുകൊള്ളുക. മുമ്പിൽ വിശല്യകരണി എന്നൊന്നടോ ബിന്ദു സന്താനകരണിയും, 3-മതും നല്ല സുവർണകരണി, 4-മതും ചൊല്ലുവേ ഞാൻ മൃതസഞ്ജീവനി സഹു. പോകവേണം നീ ഹിമവാനേയും കടന്നാകുലമാനസ കൈലാസശൈലത്തോളം. കൈലാസ സന്നിധിയിൽ അങ്കല്യക്ഷതാദ്രിമുകളിലുണ്ട് ദിവ്യാഔഷധങ്ങളറിക നീ. 4 ദിവ്യാഔഷധങ്ങളവറ്റയ്ക്ക് 4നും നാമങ്ങളും കേട്ടുകൊള്ളുക. മുമ്പിൽ വിശല്യകരണി എന്നൊന്നടോ ബിന്ദു സന്താനകരണിയും, 3-മതും നല്ല സുവർണകരണി, 4-മതും ചൊല്ലുവേ ഞാൻ മൃതസഞ്ജീവനി സഹു.
എത്രയും വേഗം ഹിമവാനിൽ ചെന്ന് ഈ ഔഷധങ്ങളെല്ലാം ഉടനെ കൊണ്ടുവരിക ഹനുമാനെ എന്നത് കേട്ട വായുപുത്രനായ മാരുതൻ വായുവേഗത്തിൽ തന്നെ ഹിമവാനിലേക്ക് പുറപ്പെടുകയും കൈലാസ ശൈലത്തിനരികെ എത്തിയ മാരുതൻ ശ്രീരാമചന്ദ്രദേവൻ അരുൾ ചെയ്ത ഔഷധങ്ങളടങ്ങിയ മലയെ തന്നെ തൻ്റെ കരങ്ങളിലേക്ക് ആവാഹിച്ച് ആ മലയുമായി ക്ഷണം തന്നെ യുദ്ധമുഖത്തേക്ക് എത്തുകയും യുദ്ധമുഖത്ത് വീണുകിടന്ന ശ്രീരാമചന്ദ്രദേവൻ്റെ പടയാളികൾക്ക് എല്ലാം ആ ഔഷധങ്ങൾ നൽകിയപ്പോൾ ബോധരഹിതരായി കിടന്നിരുന്ന പടയാളികൾ എല്ലാം വീണ്ടും യുദ്ധമുഖത്ത് സജീവമായതിൻ്റെ ഫലമായി 10 തലക്കാരനായ രാവണനെയും പടയാളികളെയും യുദ്ധത്തിൽ തോൽപ്പിച്ച് സീതാദേവിയെ മോചിപ്പിച്ച് അയോധ്യയിലേക്കുള്ള യാത്രാമധ്യേ അയോധ്യാവാസികളെല്ലാവരും തന്നെ വഴിയരികിൽ കൊട്ടും കുരവയും ആർപ്പുമായി ശ്രീരാമചന്ദ്രദേവനും സീതാദേവിയും ലക്ഷ്മണനും യുദ്ധവീരന്മാരും പടയാളികളും അയോധ്യ പുൽകുന്നതോടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.